അപ്പോൾ ഇന്ന് എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തതാണേ. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് കാണിക്കാമെന്ന് വിചാരിച്ചു. 175 രൂപക്കാണ് കേട്ടോ ഞാനത് മേടിച്ചിട്ടുള്ളത്. ഓഫറിനാണ് വാങ്ങിച്ചത്. സെൽഫി സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഒരാളെ വിളിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കുമെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ വിചാരിച്ചിട്ടാണ്. കുഴപ്പമില്ല, നല്ലൊരു പ്രൊഡക്റ്റും കൂടിയാണ് കേട്ടത്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ചാർജറിൻ്റെ പിന്നും ഉണ്ട്. പിന്നെ ഇത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കണ്ട് നമുക്ക് സെൽഫി ഒക്കെ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് സാധനം. കുഴപ്പമില്ല, നല്ലൊരു പ്രൊഡക്റ്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ബസ്സിനാണ് പോയത്. മെയിൻ റോഡിന് തൊട്ടടുത്താണ് കേട്ടോ ഉമ്മാൻ്റെ വീട് വരുന്നത്. അപ്പോൾ അവിടെ വല്യമ്മ മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ വീട്ടിലേക്ക് നിൽക്കാൻ വന്നാൽ ഞാൻ 2 ദിവസം ഇവിടെ വന്ന് നിൽക്കാറുണ്ട്. പിന്നെ വന്നപാട് ചായ കുടിച്ചു. പിന്നെ ചായൻ്റെ കളർ കണ്ടിട്ടൊന്നും വിചാരിക്കരുത്, എനിക്കധികം പൊടി പറ്റൂല. ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇമ്മ കടിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ക്രീം തന്നെയായിരുന്നു. ഞങ്ങൾ പേരക്കുട്ടികൾ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഉമ്മ വീട്ടിൽ നിൽക്കാറുള്ളൂ, അല്ലെങ്കിൽ മൂത്താപ്പാൻ്റെ വീട്ടിലേക്ക് പോകും രാത്രി. ഇതൊക്കെ ഇവിടെ വല്യമ്മ കുഴിച്ചിട്ട് കണ്ടുണ്ടായതാണ് കേട്ടോ. റംബുട്ടാനും അടക്കാപ്പഴം അങ്ങനത്തെ ഒക്കെ മുൻവശത്താണുള്ളത്. പിന്നെ വീടിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയ സ്പേസ് ഉണ്ട്, അവിടെയാണ് ഈ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കുത്തിയിട്ടുള്ളത്. പിന്നെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് എളാപ്പാൻ്റെയും വീട്. പിന്നെ അവിടെ ചെന്നപ്പോൾ അവർ ചായ കുടിക്കാതെ വിടണില്ല. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ടൊന്നും കേട്ടില്ല. പിന്നെ കൊണ്ട് ചായയൊക്കെ കുടിപ്പിച്ചു. പാൽ ചായ ആയിരുന്നു കേട്ടോ. പിന്നെ രാത്രിയിലേക്കുള്ളത് ഇമ്മ ചെമ്മീൻ മുറിച്ചാണ്. ചെമ്മീനായിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ഫ്രൈ ആക്കിയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് വല്യമ്മ അവിടെ ഉണ്ടായ റംബുട്ടാനാണെന്നും പറഞ്ഞുകൊണ്ട് കൊടുന്ന് തന്നാണ്. നല്ല മധുരം ഉണ്ട് കേട്ടോ. അപ്പോൾ അതും ഞാൻ തിന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബായ്.